സൂചിപ്പാറയിൽ തെരച്ചിൽ നടക്കുന്ന ഭാഗത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ ലഭിച്ചു. വനപാലകരാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, കരമാർഗം ഈ മേഖലയിലേക്ക് പോകാൻ തന്നെ വലിയ പ്രയാസമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഹെലികോപ്റ്ററിലാണ് ഇവിടേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിച്ചിരുന്നത്. ഇന്നിപ്പോൾ 4 മൃതദേഹങ്ങൾ കിട്ടി. അതിന്റെ വിവരങ്ങൾ പറയൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദുർഘടമായ മേഖല, അതായത് വയനാട്ടിൽ നിന്ന് മലപ്പുറം ചാലിയാറിന്റെ കരയിലേക്ക് ഇറങ്ങുന്ന പാറക്കെട്ടുകളും വനവും ചേർന്ന പ്രദേശം, അതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഈ കാന്തൻപാറ എന്നൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് കുറച്ചപ്പുറത്ത് റിപ്പണിലിന്റെ സമീപത്ത്. ആ വെള്ളച്ചാട്ടവും അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളവും ഒന്നിച്ച് കൂടിച്ചേരുന്ന പ്രദേശത്തിനടുത്താണ് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആനയടിക്കാപ്പ് എന്ന സ്ഥലത്തിന് താഴെയാണത്. ഇന്ന് അവിടേക്ക് എത്തിയത് കരമാർഗം തന്നെയാണ്. ഹെലികോപ്റ്ററിൽ പോയ സംഘമല്ല അവിടെ തെരഞ്ഞത്. റിപ്പണിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ ഏതാനും വനം വാച്ചർമാർ, അതുപോലെ ആ പ്രദേശത്തെ ആദിവാസികൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് തെരച്ചിൽ നടത്തിയത്. അവർ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ ആനയടിക്കാപ്പിന് താഴെ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനും ഇടയിൽ ഈ 2 ഭാഗത്തു നിന്നുമുള്ള വെള്ളം കൂടിച്ചേരുന്ന സ്ഥലത്തിന് സമീപത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് പക്ഷേ ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുക എളുപ്പമല്ല. മിക്കവാറും അത് എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് ഉള്ള തീരുമാനം ഉടനെ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനു മുൻപ് ഈ സൂചിപ്പാറ മേഖലയിൽ വലിയ പ്രയാസങ്ങളുണ്ട്. കരമാർഗം പോകാനുള്ള പ്രയാസം ഒന്ന്, അതിനിടയ്ക്ക് 2 തവണ വനപാലകർ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. പിന്നീട് അവർ വളരെ സാഹസികമായാണ് അവരെ പുറത്തെത്തിക്കാനും കഴിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉള്ള ഒരു ദുഷ്കരമായ ഒരു മേഖലയാണ് ഈ പറയുന്ന സൂചിപ്പാറ എന്ന് പറയുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ അവിടുത്തെ സൺറൈസ് വാലി മുതൽ മുണ്ടേരി ഫാം വരെ വ്യാപകമായി തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകും എന്ന വലിയൊരു വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന 4 മൃതദേഹങ്ങൾ അത് എങ്ങനെ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും? എയർലിഫ്റ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ കമൽ? അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തല്ലാതെ ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് 4 മൃതദേഹങ്ങൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് പ്രായോഗികമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദുർഘടമായ മേഖലയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം. 3 വെള്ളച്ചാട്ടങ്ങളായി താഴേക്ക് പതിച്ച് ചാലിയാറിലേക്ക് ഒഴുകുകയാണ്. അതേപോലെ തന്നെ അതിനപ്പുറത്ത് കാന്തൻപാറയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ 2 വെള്ളച്ചാട്ടങ്ങളും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് പറഞ്ഞത്. അതായത് ആനയടിക്കാപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് താഴെയാണ്. അവിടെ ദുർഘടമായ മേഖലയാണ്, വെള്ളച്ചാട്ടമാണ്, മാത്രമല്ല പാറക്കെട്ടുകൾ വനം ഒക്കെ ചേർന്ന പ്രദേശമാണ്. കുത്തനെ താഴേക്കുള്ള കിഴക്കാന്തൂക്കായ ചെരിവാണ്. അവിടെ നിന്ന് മുകളിലേക്ക് മൃതദേഹവുമായി കയറി വരിക എളുപ്പമല്ല. ഈ സംഘം ഇറങ്ങിയത് കുറച്ചുകൂടി ഈ സൂചിപ്പാറയിൽ നിന്ന് മാറി കാന്തൻപാറയ്ക്കും അപ്പുറത്തെ റിപ്പൺ ഭാഗത്തു നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. അവിടെ നിന്നുള്ള ഏതാനും വോളണ്ടിയർമാരുണ്ട്. ഈ വനമേഖലയിലുള്ള ആദിവാസി മേഖലയിൽ നിന്നുള്ളവരുണ്ട്. വനം വാച്ചർമാരും സംഘത്തിലുണ്ട്. ഇവരടങ്ങിയ സംഘമാണ് ഇപ്പോൾ ഈ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മൃതദേഹങ്ങൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ശരി, എന്തായാലും 11ാം ദിവസം, അതായത് ഈ ഒരു അപകടമുണ്ടായി 11ാം ദിവസമാണ് നമുക്ക് 4 മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അത് സൂചിപ്പാറയിൽ നിന്നാണ് ഈ 4 മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കൈയിലെ തെരച്ചിൽ നിർത്തിയെന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ജനകീയ തെരച്ചിലായിരിക്കും ഒരുപക്ഷെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെയും അല്ലാത്തെയും തെരച്ചിൽ, സന്നദ്ധ പ്രവർത്തകരുടെയും തെരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത. മുണ്ടക്കൈയിൽ കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതായിപ്പോൾ സൂചിപ്പാറയിൽ നിന്നാണ് 4 മൃതദേഹങ്ങൾ കിട്ടിയത്. വനപാലകർ നടത്തിയ തെരച്ചിലാണ് ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഈ മൃതദേഹങ്ങൾ നമുക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് എയർലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു വഴിയുണ്ടാകില്ല എന്നുള്ളതാണ്. ഈ ആനയടിക്കാപ്പിന്റെ താഴെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സന്നദ്ധ പ്രവർത്തകർ, ആദിവാസികൾ, വനം വാച്ചർമാർ അടങ്ങിയ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രദേശവാസികളും ഈ തെരച്ചിലിന്റെ ഭാഗമാവുകയാണ്. സൺറൈസ് വാലി മുതൽ മുണ്ടേരി ഫാം വരെയുള്ള ഒരു ഭാഗം, അത് വളരെ ദുർഘടമായ ഒരു പ്രദേശമാണ്. കരമാർഗം രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തുക, പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലിന് ശേഷം അത് വളരെ പ്രയാസമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൽപ്പറ്റയിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തകരെ ഈ ഭാഗത്തേക്ക് അവിടെ എത്തിച്ച് താഴെ ഇറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംയുക്തമായ തെരച്ചിലാണ് നമുക്ക് 4 മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതും 11 ദിവസം കഴിഞ്ഞാണ് ഈ 4 മൃതദേഹങ്ങൾ. നമുക്കറിയാം എത്രയോ ഇനിയും കാണാതായി എന്ന് പറഞ്ഞിരിക്കുന്ന പട്ടിക അത് വളരെ വലുതാണ്. അതിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ 4 പേരെ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എയർലിഫ്റ്റ് ചെയ്ത് വേണം ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ.